നമസ്കാരം. പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനി തുറന്ന കോടതിയിൽ ഹാജരാക്കും. പ്രതിക്കൂട്ടിൽ ബോബി നിൽക്കും. അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ വാദങ്ങൾ ബോബിയെ രക്ഷിച്ചെടുക്കുമോ? ഇതാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പോലീസ് കസ്റ്റഡിയും അറസ്റ്റും കോടതിക്കൂട്ടിലെ നിൽപ്പും ബോബിക്ക് പുതിയ അനുഭവമാണ്. പക്ഷേ കോടതിയിലേക്ക് എത്തുന്ന ബോബിയെ റിമാൻഡ് ചെയ്താൽ ഉണ്ടാകാനിടയുള്ള ജയിൽ ജീവിതം മുതലാളിക്ക് പരിചിതമാണ്. ജയിൽ ജീവിതം അറിയാനുള്ള തൻ്റെ ആഗ്രഹത്തെ ബോബി സാഹസമാക്കി മാറ്റിയിരുന്നു. തെലങ്കാനയിലെ ജയിൽ ടൂറിസം പരിപാടിയുടെ ഭാഗമായി ഫീൽ ദ ജയിൽ എന്ന പദ്ധതി പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂർ ഒരു ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ചത്. 2018 ഈ ജയിൽ വാസം. അന്ന് ബോബി തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: 15 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഒരു ജയിലിൽ കഴിയാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ കുറ്റം ചെയ്താൽ മാത്രമേ കേരളത്തിലെ ജയിലിൽ പാർപ്പിക്കൂ എന്നാണ് അധികാരികൾ ബോബി ചെമ്മണ്ണൂരിനോട് പറഞ്ഞത്. തെലങ്കാനയിലെ ജയിലിൽ 24 മണിക്കൂർ താമസിക്കാൻ 500 രൂപയാണ് ഫീസ്. ഈ സാധ്യത ഉപയോഗിച്ച് ബോബി മോഹം തീർത്തു. പക്ഷേ 6 കൊല്ലം കഴിയുമ്പോൾ കേസിൽ പ്രതിയായി. പോലീസ് കസ്റ്റഡിയിൽ താമസിച്ചു. പക്ഷേ ഏറെ മോഹിച്ച ആ ജയിൽവാസം കുറ്റം ചെയ്തുവെന്ന് പോലീസ് ആരോപിച്ച നടപടികളിലേക്ക് കടക്കുമ്പോൾ ബോബിക്ക് വേണ്ട. കേരളത്തിലെ ജയിലിൽ കിടക്കാതിരിക്കാൻ കൂടി വേണ്ടിയാണ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയെ അഭിഭാഷകനാക്കുന്നത്. തെലങ്കാന ജയിലിൽ ഒരു ദിവസം കിടന്ന ബോബിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായി അറിയാമെന്നതാണ് വസ്തുത. തെലങ്കാനയിൽ മറ്റ് തടവുകാരെ പോലെ തന്നെയാണ് ടൂറിസ്റ്റുകളുടെ ജയിൽവാസവും. തടവുപുള്ളിയുടെ വസ്ത്രം ധരിച്ച് തന്നെ വേണം അകത്ത് കടക്കാൻ. ജയിൽവാസത്തിൽ 24 മണിക്കൂറും ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. തടവുകാർക്ക് കൊടുക്കുന്ന അതേ ഭക്ഷണം തന്നെയാണ് ഇവർക്കും കൊടുക്കുക. ഒപ്പം ചെറിയ രീതിയിലുള്ള ജോലികളും ചെയ്യണം. ജയിൽ വസ്ത്രങ്ങൾ ധരിച്ച് ബോബി ചെമ്മണ്ണൂർ ചെടി നനയ്ക്കുകയും നിലം തുടയ്ക്കുകയും ചെയ്തു. സംഗറെഡ്ഡിയിലെ ഹെറിറ്റേജ് ജയിൽ മ്യൂസിയത്തിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ അന്നത്തെ താമസം. അതായത് തടവുപുള്ളിയുടെ എല്ലാ ബുദ്ധിമുട്ടും ബോബിക്ക് അറിയാം. അതുകൊണ്ടാണ് യഥാർത്ഥ കേസ് വരുമ്പോൾ ജാമ്യം നേടി തടവറ ഒഴിവാക്കാനുള്ള ബോബിയുടെ ശ്രമം. തെലങ്കാന ജയിൽ വകുപ്പിൻ്റെ പദ്ധതിയെ മുക്തകണ്ഠം പ്രശംസിക്കാനും 2018 ബോബി മറന്നില്ല. ജയിൽ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരമൊരു സൗകര്യമൊരുക്കിയത് അഭിനന്ദനാർഹമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. തെലങ്കാനയിലെ ഫീൽ ദ ജയിൽ മാതൃക രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കണമെന്നും ബോബി ചെമ്മണ്ണൂർ അന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇത് വലിയൊരു വിഭാഗം വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് ആകർഷിക്കുമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. അതായത് 2018 അദ്ദേഹം പറഞ്ഞത് 15 കൊല്ലം മുമ്പ് ജയിലിൽ കയറാൻ ശ്രമിച്ചുവെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ 2003 ആ സംഭവം. അതായത് ആ ആഗ്രഹമുണ്ടായി 22 കൊല്ലം കഴിയുമ്പോൾ ബോബിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയില്ലെങ്കിൽ ജയിലിൽ പോകാം. ഇതിനുള്ള സാധ്യതയാണ് തെളിയുന്നത്. നടി ഹണി റോസിന്റെ പരാതിയെ തുടർന്ന് ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനു മുന്നോടിയായി അദ്ദേഹത്തെ വീണ്ടും വൈദ്യപരിശോധനയ്ക്കും വിധേയനാക്കി. പുലർച്ചെ 5 മണിയോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ രണ്ടാമതും വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ തിരികെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. വ്യാഴാഴ്ച രാവിലെ ഏത് സമയത്ത് വേണമെങ്കിലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയുന്ന തരത്തിലാണ് പോലീസ് നടപടികൾ നീക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ബോബി ചെമ്മണ്ണൂരിന്റെ നിയമസംഘവും പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തുടരുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ 75-ാം വകുപ്പ്, IT ആക്ടിലെ 67 വകുപ്പ് എന്നിവ പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ശേഷം ബുധനാഴ്ച വൈകിട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചതിന് പിന്നാലെയാണ് പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്.